വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ എതിർപ്പ് തണുപ്പിക്കാൻ മുഖ്യമന്ത്രി. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മദ്യനികുതിയിൽ അനുനയ നീക്കവുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മതസംഘടനകളെ അനുനയിപ്പിക്കാനാണ് ശ്രമം. മതസംഘടനകളുടെ പ്രതിനിധികളുമായി മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർ സംസാരിച്ചു. സമസ്ത നേതാക്കളുമായി കെ.പി. നൌഷാദ് അലി എം.എൽ.എയും ചർച്ച നടത്തി. സാഹചര്യം മതസംഘടനകളെ ബോധ്യപ്പെടുത്താനാണ് നീക്കം. റോഷിപാലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. റോഷിപാൽ, വിവാദത്തിന്റെ വീര്യം കുറയ്ക്കാൻ മുഖ്യമന്ത്രിയുടെ ശ്രമം, അനുനയ നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണെന്നാണ് മനസ്സിലാക്കുന്നത്? ശ്രുതി, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനകത്ത് നിന്നും ശക്തമായ എതിർപ്പ് കൂടി വന്ന പശ്ചാത്തലം കൂടിയാണ് മുഖ്യമന്ത്രി അനുനയ നീക്കത്തിന് തയ്യാറെടുക്കുന്നത്. സാമുദായിക സംഘടനകൾ, മതസംഘടനയടക്കം ഇതിന്റെ കാരണം ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണിപ്പോൾ പുരോഗമിക്കുന്നത്. എന്തുകൊണ്ടാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ സംസ്ഥാനത്ത് വിൽപ്പനയ്ക്ക് സാഹചര്യം ഒരുക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് മുഖ്യമന്ത്രി മതസംഘടനകളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മതസംഘടനകൾ ഒന്നാകെ പരസ്യമായി ഇതിനെ വിമർശിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി പാർട്ടിയിലും മുന്നണിയിലും ഒറ്റപ്പെടുന്ന സാഹചര്യമായിരുന്നു. പ്രത്യേകിച്ച് ബജറ്റിൽ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിർദ്ദേശം ഉൾപ്പെടുത്തിയപ്പോൾ കൂടിയാലോചന നടന്നില്ല എന്ന വിമർശനമായിരുന്നു. മദ്യവ്യാപനത്തിന് ഇത് കാരണമാകുമെന്ന വിമർശനമായിരുന്നു. ആ ഘട്ടത്തിൽ ആദ്യം പരസ്യമായി മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് പൊന്നാനി എം.എൽ.എ ആയ കെ.പി. നൌഷാദ് അലിയാണ്. നൌഷാദ് അലിക്ക് പിന്നാലെ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ പിന്നീട് മുഖ്യമന്ത്രിക്കൊപ്പം നിലപാടെടുത്ത് രംഗത്തിറങ്ങിയെങ്കിലും മതസംഘടനകളുടെ നിലപാട് വെല്ലുവിളിയാകുമെന്ന ആശങ്കയുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് മതസംഘടനകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ക്രൈസ്തവ സഭകളുമായി ആശയവിനിമയം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. അതിനിടയിൽ സമസ്ത അടക്കമുള്ള ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള മുസ്ലിം സംഘടനകളുമായി കെ.പി. നൌഷാദ് അലി എം.എൽ.എ ആശയവിനിമയം നടത്തി അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് പുരോഗമിക്കുന്നത്. കാരണം ഇത് വീര്യം കുറഞ്ഞ മദ്യം വിൽപ്പന പ്രോത്സാഹിപ്പിക്കുക, വീര്യം കൂടിയ മദ്യത്തിന്റെ വിൽപ്പന കുറയ്ക്കാനുള്ള ശ്രമമാണ്. ഘട്ടഘട്ടമായി മദ്യത്തിൽ നിന്നും പൂർണ്ണമുക്തി എന്ന ലക്ഷ്യത്തിലേക്കാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഇത് നികുതി നിർദ്ദേശമാണ്, നികുതിയാണ്. അവിടെ ഇതുമായി ബന്ധപ്പെട്ട മദ്യം വിൽക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് UDF നേതൃത്വമായിരിക്കും. UDF-ൽ ചർച്ച ചെയ്യും എന്ന കാര്യങ്ങളടക്കമാണ് മതസംഘടനകളെ ബോധ്യപ്പെടുത്തുന്നത്. ഏതായാലും മുഖ്യമന്ത്രിക്ക് വലിയ രീതിയിൽ സംരക്ഷണം ഒരുക്കാൻ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്ന വി.ഡി. സതീശൻ പക്ഷം ശ്രമം തുടങ്ങിയതിന്റെ ഉദാഹരണമായി ഈ മതസംഘടനകളുമായുള്ള ആശയവിനിമയത്തെ കാണേണ്ടി വരും. മുഖ്യമന്ത്രിക്ക് പാർട്ടിയിൽ ഒറ്റപ്പെടുന്ന രീതിയിൽ VM സുധീരനടക്കം മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വി.ഡി. സതീശൻ പക്ഷം ശക്തമായി തന്നെ മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നത്. ഈ മദ്യ നികുതി സംബന്ധിച്ച് വ്യാപകമായി VM സുധീരന്റെ വിമർശനത്തിന് ശേഷം വ്യാപകമായ രീതിയിൽ പല നേതാക്കളും രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഒറ്റപ്പെടുന്നുവെന്ന തോന്നൽ വരുന്നത്. ആ ഘട്ടത്തിലാണ് കെ.പി. നൌഷാദ് അലിയെ പോലെയുള്ള മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർ ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിരോധം തീർക്കുന്നത്. അവർ മതസംഘടനകളുമായി നടത്തിയ കൂടിക്കാഴ്ചകൾ അത് വിജയം കാണുന്നു എന്നാണ് അവർ പറയുന്നത്. ഏതായാലും മുഖ്യമന്ത്രി ഇത്തരം ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് ഇനി U-ടേൺ ഉണ്ടാകില്ല എന്നാണ് വി.ഡി. പക്ഷം നേതാക്കൾ പറയുന്നത്. അങ്ങനെ ശക്തമായി മുഖ്യമന്ത്രി മുന്നോട്ട് പോകും. കൂടിയാലോചനകൾ നടത്തുമെന്നാൽ പക്ഷേ അത് ഒരുപക്ഷെ നിയമസഭാ സമ്മേളനത്തിന് ശേഷമായിരിക്കും കൂടിയാലോചനകൾ എന്ന സൂചനയുമുണ്ട്. നിലവിൽ ധനബില്ലിൽ ഉൾപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ധനബില്ലിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നിർദ്ദേശം ഉൾപ്പെടുത്തരുതെന്ന് VM സുധീരൻ പറഞ്ഞെങ്കിലും അത് അവഗണിച്ച് മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് വെല്ലുവിളി ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മതസംഘടനകളെ അനുനയിപ്പിച്ച് കൂടെ നിർത്താനുള്ള ശ്രമം പുരോഗമിക്കുന്നത്. റോഷിപാൽ, ഇതിലിപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രതിരോധത്തെ മറികടക്കുന്നതിനേക്കാൾ വലിയ വെല്ലുവിളി നേരിടുന്നത് വി.ഡി. സതീശൻ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയാണ്, സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെയാണെന്നുള്ളതാണ്. ഇന്നിപ്പോൾ തിരുവഞ്ചൂരിൽ അടക്കം തുറന്നടിക്കുന്നത് നമ്മൾ കണ്ടു. ഈ പ്രതിരോധത്തെ എങ്ങനെ മറികടക്കാനുള്ള നീക്കം, ഇപ്പോൾ മതസമുദായങ്ങളെ എങ്ങനെ അനുനയിപ്പിക്കാമെന്നുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ തന്നെ മുന്നണിക്കുള്ളിലെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണ് വി.ഡി. സതീശൻ അനുകൂലികൾ ശ്രമിക്കുന്നത്? ശ്രുതിയിൽ നമുക്കറിയാം വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്ന MLA-മാർ വളരെ കുറവാണ്. വിരലിലെണ്ണാവുന്ന MLA-മാർ മാത്രമാണ് വി.ഡിക്കൊപ്പം നിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ ഒന്ന് എറണാകുളത്തെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ മുഹമ്മദ് ഷിയാസാണ്. രണ്ടാമത്തെ ആൾ പൊന്നാനി MLA KPCC-യുടെ ജനറൽ സെക്രട്ടറിയായ കെ.പി. നൌഷാദ് അലിയാണ്. മറ്റൊന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ആണ് ഷാനിമോൾ ഉസ്മാൻ. അങ്ങനെ വളരെ ചുരുക്കം MLA-മാർ മാത്രമാണ് വി.ഡി. സതീശനൊപ്പം ഉറച്ചു നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പാർട്ടിയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം വി.ഡി. സതീശനെ വെല്ലുവിളിച്ച്
VM സുധീരൻ നേരത്തെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ മുൻകൈയെടുത്ത നേതാവ് കൂടിയാണ്. VD സതീശൻ ഈ നിലപാടിൽ VM സുധീരൻ ഒപ്പമില്ല എന്ന സന്ദേശം നൽകി കഴിഞ്ഞു. ആ ഒരു പശ്ചാത്തലത്തിൽ പ്രതിപക്ഷമാണെങ്കിൽ വലിയ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നു, അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. അവിടെ പ്രതിരോധം തീർക്കേണ്ട കോൺഗ്രസിന്റെ MLA മാർ മൗനം പാലിക്കുന്നു. അവിടെയാണ് VD പക്ഷം സജീവമായി ഇടപെടൽ നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഈ മദ്യത്തിന് നികുതി ഏർപ്പെടുത്തുന്നത് എന്ന കാര്യം ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഉറച്ചു നിൽക്കാനുള്ള തീരുമാനമാണ് VDക്കൊപ്പം അവർ എടുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സമുദായ സംഘടനകളെ, മതസംഘടനകളെ ആദ്യഘട്ടത്തിൽ എല്ലാം ബോധ്യപ്പെടുത്തി VDക്കൊപ്പം ചേർത്ത് നിർത്താനുള്ള ശ്രമം പുരോഗമിക്കുന്നത്. അതിനുശേഷം പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടൊക്കെ ആശയവിനിമയം നടക്കും. മുഖ്യമന്ത്രി VD സതീശൻ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ടെലിഫോണിൽ ആശയവിനിമയം നടത്തുമെന്ന വിവരങ്ങളുണ്ട്. നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഘടകകക്ഷികളുമായി അനൌദ്യോഗികമായ ചർച്ചകൾ മുഖ്യമന്ത്രി നടത്താൻ സാധ്യതയുണ്ട്. 1-ാം തീയതിയാണ് ധനബില്ല് നിയമസഭയിൽ എത്തുന്നത്. 1-ാം തീയതിക്ക് മുമ്പ് UDF യോഗം നടക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. UDF യോഗം നടത്തുന്ന കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഇനി 1-ാം തീയതി ശേഷമാണോ UDF യോഗം എന്ന വ്യക്തതയുമില്ല. ഏതായാലും UDF യോഗം ഉടനെ വിളിച്ചു ചേർക്കണം. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം വിളിച്ചു ചേർക്കണം. ഈ 2 യോഗത്തിലും ഈ മദ്യനികുതി സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നീ ആവശ്യങ്ങളാണ് നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. അതേസമയം തന്നെയാണ് VM സുധീരൻ ധനബില്ലിൽ ഒരു കാരണവശാലും ഈ നികുതി നിർദ്ദേശം ഉൾപ്പെടുത്താൻ പാടില്ല എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. ആ ആവശ്യം പൂർണ്ണമായും തള്ളിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ VM സുധീരൻ ഇനി രൂക്ഷമായി പ്രതികരിക്കുമോ എന്ന ആശങ്ക കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാവർക്കുമുണ്ട്. മുസ്ലിം ലീഗിനും അസംതൃപ്തിയുണ്ട്. ലീഗിന്റെ നിലപാടും ഈ കാര്യത്തിൽ നിർണായകമായിരിക്കും. ഏതായാലും ഘടകകക്ഷികളൊക്കെ പലരും അസംതൃപ്തരാണ്. കാരണം മദ്യത്തിന്റെ നികുതി നിർദ്ദേശത്തിനെതിരെ ഈ സമുദായ സംഘടനകളും മതസംഘടനകളും രംഗത്തെത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അതിൽ ഓരോ ഘടകകക്ഷി നേതാക്കൾക്കുമുള്ള അസംതൃപ്തി. മാത്രവുമല്ല, ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടിയാലോചനകൾ നിർബന്ധമാണെന്ന ഒരു നിലപാടാണ് ഭൂരിഭാഗം നേതാക്കൾക്കുമുള്ളത്. ഇവിടെ കൂടിയാലോചന നടത്താത്തതാണ് വിമർശനത്തിനും കാരണം. ഏതായാലും VD പക്ഷം ശക്തമായ പ്രതിരോധം തീർത്ത് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ അനുകൂലമാകുമെന്ന പ്രതീക്ഷ കൂടിയാണ് അവർ പങ്കുവെക്കുന്നത്. അതാണ്, ആ പ്രതീക്ഷയിൽ തന്നെയാണ് U-ടേൺ ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്തായാലും മദ്യനികുതിയിൽ അനുനയ നീക്കങ്ങൾ നടക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് മതസംഘടനകളെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളത്.